മാത്സിൻ്റെ 12ാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അറ്റ് എ ഗ്ലാൻസ്. നമ്മുടെ ആ യൂണിറ്റുകളെല്ലാം, അതായത് നമ്മുടെ മാത്സിൻ്റെ ചാപ്റ്ററുകളെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് പിക്ചറായിട്ട് തന്നിട്ടുള്ള സാധനങ്ങൾ, അതിനെ നമുക്ക് എണ്ണി, അതായത് കൗണ്ട് ചെയ്ത് നമ്മളതിനെ കറക്റ്റായിട്ട് ടേബിളിലേക്ക് മാറ്റുന്നു. ഇതാണ് മെയിനായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഇവിടെ കണ്ടോ, ആദ്യത്തെ ഫ്രൂട്ട് സാലഡ്. ദ ചിൽഡ്രൻ ഇൻ മിലൻസ് ക്ലാസ് ബ്രോഡ് ഫ്രൂട്ട്സ് ടു മേക്ക് ഫ്രൂട്ട് സാലഡ്. മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ സാർ എന്താ ചോദിക്കുന്നത്? ഡു യു ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്? നിങ്ങളുടെ കയ്യിൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടോ? ഹൗ മെനി ഓഫ് ഈച്ച് ഫ്രൂട്ട് ആർ ദെയർ? ഹൗ ക്യാൻ വി കൗണ്ട് ഇഫ് ദേ മിക്സ്ഡ് അപ്പ് ലൈക്ക് ദിസ്? ലെറ്റ്സ് സോർട്ട് ദം. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്? അപ്പോൾ ഒരു കുട്ടി പറയുന്നു, നമുക്കിത് സോർട്ട് ചെയ്യാം, അതായത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അറേഞ്ച് ചെയ്യാം എന്ന് പറയുന്നു. നോക്കിക്കേ, സി ഹൗ ദ ഫ്രൂട്ട്സ് ആർ സോർട്ടഡ്. എങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് സോർട്ട് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് എന്താണ് സോർട്ട് ചെയ്തിരിക്കുന്നത്? ആപ്പിളാണല്ലേ. എത്ര ആപ്പിൾസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5. 5 ആപ്പിൾസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത പേജിൽ ആപ്പിൾ, പൈനാപ്പിൾ, മാംഗോ, ഓറഞ്ച്, പിന്നെ അതുപോലെ നമ്മുടെ ഗുവാവ, പിന്നെ ബനാന, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എത്ര എണ്ണം വെച്ചാണെന്നുള്ളത് നമുക്കിവിടെ എഴുതണം. അപ്പോൾ ആപ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? 5 ആണല്ലേ. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മളോട് ബോക്സിൽ ചോദിച്ചിരിക്കുന്നത് പൈനാപ്പിളിൻ്റെ എണ്ണമാണ്. പൈനാപ്പിൾ എത്ര എണ്ണമാണ് ഉള്ളത്? 1 ആണ് പൈനാപ്പിൾ. അടുത്തത് ഓറഞ്ച്. ഓറഞ്ച് എത്ര എണ്ണം ഉണ്ട്? 1 2 3 ഓറഞ്ചസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ മാംഗോ. മാംഗോ എത്ര എണ്ണമാണ് ഉള്ളത്? 3. അടുത്തത് ഗോവ. ഗോവ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 ഗോവയാണ് ഉള്ളത്. ലാസ്റ്റ് ബനാന ചോദിച്ചിട്ടുണ്ട്. എത്ര ബനാനാസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ബനാനാസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങളിതാ ഇവിടെ എഴുതുക, ബോക്സിലേക്ക് എഴുതുക. അടുത്ത ചോദിച്ചിരിക്കുന്നത് വിച്ച് ഫ്രൂട്ട് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ? ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് ഫ്രൂട്ടാണ്? ഏതാണുള്ളത്? ബനാന. അപ്പോൾ എഴുതുക ബനാന. ഇനി വിച്ച് ഫ്രൂട്ട് ഈസ് ഓൺലി 1 ഇൻ നമ്പർ? ഒരെണ്ണം മാത്രമുള്ളത് ഏതായിരുന്നു? പൈനാപ്പിളാണ് ഒരെണ്ണം മാത്രമുള്ളത്. ബനാന എത്രയായിരുന്നു? 10 ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കുറവുള്ളത്, അല്ലെങ്കിൽ 1 മാത്രമുള്ളത് പൈനാപ്പിൾ എഴുതുക. വിച്ച് ഫ്രൂട്ട്സ് ആർ സെയിം ഇൻ നമ്പർ? ഒരേ നമ്പർ ഉള്ളത് ഏതൊക്കെയാണ്? ഓറഞ്ചും അതുപോലെ ഗുവാവയുമാണ് ഉള്ളത്. ഇത് 2 എണ്ണം 3 വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. സോറി, ഇതല്ല, ഈ മാംഗോയും ഓറഞ്ചും. അപ്പോൾ അത് നിങ്ങൾ 3 ആണുള്ളത്. മാംഗോ, ഓറഞ്ച് എന്നവിടെ എഴുതുക. ഹൗ മെനി മോർ ഗുവാവാസ് ആർ ദെയർ ദാൻ പൈനാപ്പിൾ? പൈനാപ്പിളിനെക്കാട്ടിലും എത്ര കൂടുതൽ ഗുവാവ ആണ് ഉള്ളത്? പൈനാപ്പിളിനെക്കാട്ടിലും എത്ര കൂടുതൽ ആണ് പേരയ്ക്ക ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുവാവ എത്ര എണ്ണമാണ്? 8 ആണ് ഉള്ളത്. പൈനാപ്പിൾ 1 ഉള്ളൂ. അപ്പോൾ എത്ര കൂടുതലാണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 8 മൈനസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത്? 7. വിച്ച് ഫ്രൂട്ട്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ മാംഗോസ്? മാംഗോയെക്കാട്ടിലും കൂടുതലുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് മാംഗോയെക്കാട്ടിലും കൂടുതലുള്ള ഫ്രൂട്ട്സ്? ആപ്പിൾ ഉണ്ടല്ലേ, ആപ്പിൾ ഉണ്ട്, പിന്നെ ഗുവാവയുണ്ട്, ബനാനയും ഉണ്ട്. അത്രയും എഴുതുക. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ദേ ടുക്ക് വെസൽസ് ഫ്രം ദ സ്കൂൾ കിച്ചൺ ആൻഡ് മെയ്ഡ് ഫ്രൂട്ട് സാലഡ് ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് അതേഴ്സ്. അവർ സ്കൂൾ കിച്ചണിൽ നിന്നും പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി. എന്നിട്ടത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തു.
Can you also make fruit salad? What vessels would you take from the kitchen? Write in the table below. നിങ്ങൾക്കും ഇതുപോലെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രങ്ങൾ. ഏതൊക്കെ പാത്രങ്ങളായിരിക്കും നിങ്ങൾ കിച്ചണിൽ നിന്ന് എടുക്കുക? ഏതൊക്കെ പാത്രങ്ങളായിരിക്കും എടുക്കുക? അവിടെ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ പാത്രങ്ങൾ നമ്മൾ എടുക്കും? അവിടെ ഫസ്റ്റ് എന്താണ്? ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്ക് വേണം അല്ലേ. അതുപോലെ തന്നെ ഇതും വേണം. ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡ് എടുക്കാൻ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം വേണം. അതുപോലെ തന്നെ ഒരു തവിയും നമുക്ക് വേണം. ഇനി വേറെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഇവിടെ ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട്, സ്പൂൺ വേണം അല്ലേ. സ്പൂൺ വേണം, കാരണം ഫ്രൂട്ട് സാലഡ് കഴിക്കാനായിട്ട് എന്തായാലും സ്പൂൺ നമുക്ക് വേണം. വേറെ എന്തൊക്കെയാണ്? അറ്റ് മൈ ഹോം നോക്കിക്കേ, ദ നമ്പർ ഓഫ് വെസൽസ് ഇൻ മൈ ഹോം. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന പാത്രങ്ങളൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര എണ്ണമാണ്? ഇപ്പോൾ ഇത് ഈ ടംബ്ലർ എത്ര എണ്ണം ഉണ്ട്, പ്ലേറ്റ് എത്ര എണ്ണം ഉണ്ട്, തവി, സ്പൂണ്, അതുപോലെ ചട്ടി, കലം, ബക്കറ്റ്, ഇതൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ളത് നോക്കിയിട്ട് ഇത് കൗണ്ട് ചെയ്ത് നിങ്ങളവിടെ എഴുതുക. നെക്സ്റ്റ് വൺ നോക്കിക്കേ, സ്നാക്സ്. മിലൻ വെൻ ടു ദ കിച്ചൺ ടു കൗണ്ട് ദ വെസൽസ്. അപ്പോൾ നിങ്ങളെപ്പോലെ മിലനും കിച്ചണിലേക്ക് പോയി പാത്രമൊക്കെ കൗണ്ട് ചെയ്യാനായിട്ട് പോയി. ഹിസ് മദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം, ഹിസ് ഫേവറേറ്റ് സ്നാക്ക്. അവൻ്റെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നു, അത് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്നാക്കാണ്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ, ഐ ഗീവ് ഉണ്ണിയപ്പം ടു ഓൾ മൈ ഫ്രണ്ട്സ്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ ഉണ്ണിയപ്പം എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കാൻ പോവാണെന്ന് പറയുന്നു. മിലൻ വെൻ ടു ഹിസ് ക്ലാസ് വിത്ത് ഉണ്ണിയപ്പം. അവൻ്റെ ക്ലാസ്സിൽ ഉണ്ണിയപ്പമായിട്ട് പോയി. അപ്പോൾ ഒരു കുട്ടി എന്താ പറഞ്ഞത്? ഐ ലൈക്ക് ഇലയട മോർ. എനിക്ക് ഇലയടയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവിടെ നമ്മളോട് അടുത്തൊരു ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, കൂട്ടുകാരുടെ അടുത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഫേവറേറ്റ് സ്നാക്ക് ഏതാണെന്നുള്ളത് ചോദിക്കുക. എന്നിട്ട് ഇതുപോലെ ടേബിളിൽ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ടേബിളിൽ ഓരോ സ്നാക്കും അത് എത്ര കുട്ടികൾക്കാണ് അത് ഇഷ്ടം എന്നുള്ളത് ഇവിടെ ഒരു പിക്ചർ കാണിച്ചേക്കുന്നുണ്ടോ? ഇതുപോലൊരു പിക്ചർ. എന്താ, ജസ്റ്റ് ഒന്നുമില്ല, ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഒരു ലൈൻ ഇങ്ങനെ 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 ഇങ്ങനെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് അത് എത്ര പേർക്കാണ് ഇഷ്ടമെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇലയട എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിൽ 2 കുട്ടികൾക്കാണ് ഇഷ്ടം എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എത്ര പിക്ചർ വരയ്ക്കണം? 2 പിക്ചർ വരയ്ക്കണം. നെയ്യപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്കാണ് ഇഷ്ടം എന്ന് വെച്ചോ, അപ്പോൾ ഇതുപോലെ ഒരു പിക്ചർ വരയ്ക്കുക. ഇനി ഉഴുന്നുവട നിങ്ങളുടെ ക്ലാസ്സിൽ 5 പേർക്ക് ഇഷ്ടമാണെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ എത്ര പിക്ചർ വരയ്ക്കും? ഇതുപോലെ 5 പിക്ചർ വരയ്ക്കുക. എന്നിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമ്മളെടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വിച്ച് സ്നാക്ക് ഈസ് ലൈക്ക്ഡ് ബൈ ദ മോസ്റ്റ് നമ്പർ. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഏതാണ്? അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിൽ ഏത് സ്നാക്സാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഉഴുന്നുവടയാണെങ്കിൽ ഇവിടെ എന്തെഴുതുക? ഉഴുന്നുവട എന്നുള്ളത് എഴുതുക. ഹൗ മെനി, എത്ര പേര്? അപ്പോൾ എത്ര? ഇവിടെ 5 ആണ്, അപ്പം നമ്മളിവിടെ 5 എഴുതും. ഇനി ഹൗ മെനി ലൈക്ക് ഉഴുന്നുവട, അതവിടെ അടുത്തൊരു ക്വസ്റ്റ്യനിലുണ്ട്. ഉഴുന്നുവട എത്ര പേർക്കാണ് ഇഷ്ടം? എത്രയാണ് നമ്മൾ എഴുതിയത്? 5 പേര്, അപ്പോൾ 5. വിച്ച് സ്നാക്ക് ഈസ് നോട്ട് ലൈക്ക്ഡ് ബൈ എനിവൺ. ആർക്കും ഇഷ്ടമല്ലാത്ത സ്നാക്ക് ഏതാണ്? അതായത് ഇവിടെ ആരും ഇഷ്ടപ്പെടാതെ, ഇപ്പം എന്താണ്, ഉള്ളിവട, അതാർക്കും ഇഷ്ടമല്ല, അവിടെ ഒന്നുമില്ല, നമ്പർ ഒന്നും വന്നില്ല, 0 ആയിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തെഴുതാം? ഉള്ളിവട എന്നുള്ളത് എഴുതാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അതായത് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻ, നമുക്ക് പരിപ്പുവട, ഹൗ മെനി ലൈക്ക് പരിപ്പുവട, അല്ലെങ്കിൽ ഹൗ മെനി ലൈക്ക് ബോണ്ട എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ എഴുതാം. എന്നിട്ട് അത് എത്ര പേർക്കാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ആൻസറായിട്ട് ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. Toy vehicles. They went to the toy shop to buy a birthday gift for Milan. See how many toy vehicles in the picture. Draw as many pictures as each toy as there are in the ഷോപ്പ്. റൈറ്റ് ദെയർ നമ്പേഴ്സ് ഓൾസോ. അപ്പം ഇവിടെ മിലൻ ഒരു ടോയ് ഷോപ്പിൽ പോയി. അവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട്, ടോയ് വെഹിക്കിൾസ് ഉണ്ട്. അപ്പം ഓരോ ടോയ്സ് പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ എത്ര ടോയ്സ് ഉണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഫസ്റ്റ് വൺ കാറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കാർ ഇവിടെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ കാറ് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ നമുക്കിതാ ഇവിടെ എഴുതണം, നമ്പർ എന്നുള്ളിടത്ത്. പക്ഷെ എഴുതുന്നതിന് മുൻപ്
എത്ര ഇപ്പോൾ കാറിൻ്റെ എണ്ണം നമുക്കൊന്ന് എടുക്കാം. 1 2 3 4 പിന്നെ 5 6 7 8 കാർസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 8 എന്നുള്ള നമ്പർ നമുക്ക് കിട്ടി. എന്നിട്ട് ഇതാ ഇവിടെ പിക്ചേഴ്സ് എന്ന് കൊടുത്തേക്കുന്നില്ലേ, ഇവിടെ 8 കാർസ് നമ്മൾ വരയ്ക്കണം. ഇതുപോലെ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ 8 കാർസ് നമുക്ക് വരയ്ക്കണം. വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഈ ബോക്സിൽ അതിൻ്റെ നമ്പർ എഴുതുക. 8 എന്നുള്ള നമ്പർ എഴുതുക. മനസ്സിലായോ? അപ്പോൾ 8 കാർസ് നമ്മൾ വരയ്ക്കണം, എന്നിട്ട് അതിൻ്റെ നമ്പർ അവിടെ എഴുതണം. അപ്പോൾ 8 കാർസ് ദാ ഇവിടെ മാർക്ക് ചെയ്തു. അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് നമ്പർ എഴുതാം 8 എന്നുള്ളത്. അടുത്തതാണ് ബസ് എത്ര എണ്ണമാണുള്ളത് നോക്കിക്കേ, 1 2 ബസ്സാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇവിടെ 2 ബസ്സസ് ഡ്രോ ചെയ്യുക. നെക്സ്റ്റ് വൺ ജീപ്പ് എത്ര എണ്ണമാണുള്ളത്, കൗണ്ട് ചെയ്ത് നോക്കിക്കേ, 1 2 3 4 5 ജീപ്സ് ഉണ്ട്. അപ്പോൾ 5 എഴുതുക, ഇവിടെ വരയ്ക്കുക. നെക്സ്റ്റ് വൺ പ്ലെയിൻ എത്ര എണ്ണം ഉണ്ട്, 1 ഉള്ളൂ. അപ്പോൾ 1 ഇവിടെ എഴുതി, 1 നിങ്ങളവിടെ വരയ്ക്കുക. അടുത്തതാണ് സൈക്കിൾ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 6 7 8 ആണുള്ളത്. 8 എഴുതി, 8 ഇവിടെ ഡ്രോ ചെയ്യുകയും വേണം. അടുത്തത് ഓട്ടോറിക്ഷ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 6 ഓട്ടോ ആണുള്ളത്. 6 എഴുതി, 6 ഓട്ടോസ് അവിടെ ഡ്രോ ചെയ്യുക. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. വിച്ച് വെഹിക്കിൾ ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ? ഇതിൽ ഏറ്റവും കുറച്ച് മാത്രമുള്ള വെഹിക്കിൾ ഏതായിരുന്നു? 1 മാത്രമുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. ഏതാണ്? എയ്റോപ്ലെയിൻ ആണല്ലേ. അപ്പോൾ അവിടെ എയ്റോപ്ലെയിൻ എന്ന് നിങ്ങൾക്ക് എഴുതാം. എയ്റോപ്ലെയിൻ. നെക്സ്റ്റ് വൺ, വിച്ച് വെഹിക്കിൾസ് ആർ ഓഫ് ദ സെയിം നമ്പർ? ഒരേ നമ്പർ വരുന്ന എന്തൊക്കെയാണ്? 8 വെച്ച് വരുന്ന എന്തൊക്കെയായിരുന്നു? കാറും സൈക്കിളും ആയിരുന്നു. അപ്പോൾ എന്ത് എഴുതാം ഇവിടെ? കാർ, അതുപോലെ സൈക്കിൾ, 2 എണ്ണമാണ് ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വേറെ ചെയ്യാൻ പറ്റും? ഇപ്പം ഒരു ക്വസ്റ്റ്യൻ, ഹൗ മെനി 2 വീലേഴ്സ് ആർ ദെയർ? എത്ര 2 വീലേഴ്സ് ഉണ്ട്? അല്ലെങ്കിൽ ഹൗ മെനി 3 വീലേഴ്സ്, അല്ലെങ്കിൽ ഹൗ മെനി 4 വീലേഴ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം, ഹൗ മെനി 4 വീലേഴ്സ് ആർ ദെയർ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എഴുതാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കിക്കേ, സോ മച്ച് ടു സീ. വാട്ട് തിങ്സ് ഡു യു സീ ഇൻ യുവർ സ്കൂൾ ബിൽഡിംഗ്? ഡോർസ്, വിൻഡോസ്, ബ്ലാക്ക് ബോർഡ്സ്, ലൈറ്റ്സ്, ഫാൻസ്, സ്വിച്ചസ് ആൻഡ് സോ ഓൺ. മേക്ക് എ ടേബിൾ ഓഫ് ദിസ്. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? വിൻഡോസ് ഉണ്ട്, ഡോറുണ്ട്, സ്വിച്ച് ഉണ്ട്, ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മളിപ്പോൾ നേരത്തെ വെഹിക്കിൾസിൻ്റെ അറേഞ്ച് ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഐറ്റവും അതിൻ്റെ പിക്ചർ വരയ്ക്കണം, നമ്പേഴ്സും എഴുതണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വിൻഡോ എന്ത് ചെയ്യുക, നിങ്ങൾക്കിവിടെ വിൻഡോയുടെ പിക്ചർ വരയ്ക്കാം. എളുപ്പമായിട്ട് വരയ്ക്കാമല്ലോ. വിൻഡോ വരയ്ക്കുക. വരച്ചിട്ട് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ ഒരു 20 വിൻഡോസ് ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ. അപ്പോൾ 20 എന്നുള്ളത് എഴുതുക. ഡോർസ് എത്ര എണ്ണം ഉണ്ട്? ഒരു 15 ഡോർസ് ഉണ്ട്. അപ്പോൾ 15 എന്നുള്ളത് എഴുതുക. 15 അതുപോലെ വരയ്ക്കുകയും ചെയ്യുക. ബ്ലാക്ക് ബോർഡ് ഒരു 10 ഉണ്ട്. അപ്പോൾ 10 എഴുതുക. 10ൻ്റെ പിക്ചർ അവിടെ വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലുള്ളത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പിക്ചറും വരയ്ക്കാം, ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്പേഴ്സും എഴുതാം. ഇനി അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ഇപ്പോൾ ഹൗ മെനി ടേബിൾസ് ആർ ദെയർ? എത്ര ടേബിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഹൗ മെനി ചെയേഴ്സ്, എത്ര ചെയേഴ്സ് ഉണ്ടോയെന്ന് ചോദിക്കാം, അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ചെയേഴ്സ്, അതുപോലെ ടേബിൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. പിക്ചർ റീഡിംഗ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ പേജ് 173. നമ്മുടെ ഈ പാഠം തുടക്കത്തിൽ ആ യൂണിറ്റിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഒരു പിക്ചർ ഉണ്ടല്ലേ, അവിടെ എന്തൊക്കെ ആനിമൽസിനെയും ബേർഡ്സിനെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്? എന്തൊക്കെ ആനിമൽസും ബേർഡ്സും ഉണ്ട്? നിങ്ങൾ ആ പിക്ചർ ഒന്ന് എടുക്കുമോ? ആ പിക്ചറിൽ എന്തൊക്കെ കാണാൻ പറ്റും? മങ്കി ഉണ്ട്, അതുപോലെ റാബിറ്റ്, പിന്നെ പാരറ്റ് ഉണ്ട്, പിന്നെ സ്ക്യൂറലുണ്ട്, ഫോക്സ്, വുഡ് പേക്കർ, അങ്ങനെ ഒരുപാട്, ക്രോ ഉണ്ട്, ബേർഡ്സ്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ, ഒരുപാട് ആനിമൽസും ബേർഡ്സും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട്
അതിൻ്റെ നമ്പേഴ്സ് ഇവിടെ എഴുതാനായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേജ് എടുത്ത് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു ആക്ടിവിറ്റിയാണ്. പിക്ചർ നോക്കുക, പിക്ചറിൽ മങ്കി എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ നമ്പർ ഇവിടെ എഴുതുക. അതുപോലെ ഇപ്പോൾ റാബിറ്റ് ആണെങ്കിൽ റാബിറ്റ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എഴുതുക. പിന്നെ പാരറ്റ് ഉണ്ട്, പാരറ്റ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എഴുതുക. ക്രോയുണ്ട്, ക്രോയുടെ എണ്ണം എഴുതാൻ പറ്റും. പിന്നെന്താണ്, ഫോക്സ് ഉണ്ട്, ഫോക്സിൻ്റെ എണ്ണം എഴുതാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ആ എണ്ണം കറക്റ്റായിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ് കുറേ ടേബിളിൽ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ആനിമൽ ഏതാണ്, വിച്ച് ആനിമൽ ഈസ് മോസ്റ്റ് ഇൻ നമ്പർ, അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ളത് ലീസ്റ്റ് ഇൻ നമ്പർ കേട്ടോ. ഏറ്റവും കുറവുള്ളതെന്ന് എങ്ങനെയാണ് പറയുന്നത്, ലീസ്റ്റ് ഇൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ എഴുതാനായിട്ട് പറ്റും. എന്നിട്ട് എൻ്റെ ആൻസറും കൂടി ചെയ്യുക. അതുപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ഏതാണ്, മോർ ഇൻ നമ്പർ ഏതാണ്, മോർ ഇൻ നമ്പർ ആനിമൽസ് ആണോ ബേർഡ്സ് ആണോ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ, നമ്മുടെ അസസ്മെൻ്റ് ആണ്. How many children? The table shows the data of students in Milan School. മിലൻ്റെ സ്കൂളിലെ കുട്ടികളുടെ ഡേറ്റ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് 1-ൽ 15 ബോയ്സും 19 ഗേൾസും അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ്, ഏറ്റവും കൂടുതൽ ഗേൾസ് ഉള്ളത് ഏത് ക്ലാസ്സിലാണ്, ഏത് ക്ലാസ്സിലാണെന്ന് നോക്കിക്കേ. ഗേൾസിൻ്റെ നമ്പർ 19, 20, 22, 17 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ക്ലാസ്സിൽ, ഏതാണ് ഏറ്റവും വലിയ നമ്പർ, 22 ആണ്. അപ്പോൾ അത് ഏത് ക്ലാസ് ആണ്, ക്ലാസ് 3 ആണ്. അപ്പോൾ ഇവിടെ ക്ലാസ് 3 എന്ന് എഴുതുക. നെക്സ്റ്റ് വൺ, വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ, ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാണ്, അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും. അതിന് നമുക്കിതാ ഇവിടെ ഒരു ബോക്സും കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് ആ ബോക്സ്, ടോട്ടൽ എന്നുള്ള ഒരു ബോക്സ് കേട്ടല്ലോ. ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം, മൊത്തം എത്ര, മുഴുവനും എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ 15 + 19, 15 + 19 ചെയ്യുമ്പോൾ എത്ര വരും, 34 വരും. ഇവിടെ 34. അടുത്ത് 20 + 20 40 ആണേ. അടുത്തത് 19 + 22, 19 + 20 അതുപോലെ എത്ര വരും, 41. നെക്സ്റ്റ് വൺ 20 + 70 37. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്, ഏത് ക്ലാസ്സിലാണ് ഏറ്റവും വലിയ നമ്പർ ഏതാ, 41 ആണല്ലേ. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് കൂടുതലുള്ളത്, ക്ലാസ് 3 ആണ് അതിൻ്റെയും ആൻസർ വരുന്നത്. ഹൗ മെനി ബോയ്സ് ആർ ഫ്യൂവർ ഇൻ ക്ലാസ് 4 ദാൻ ദ ബോയ്സ് ഇൻ ക്ലാസ് 1. ക്ലാസ് 1-നെക്കാട്ടിലും ക്ലാസ് 4-ൽ എത്ര ബോയ്സാണ്, ക്ലാസ് 4-നെക്കാട്ടിലും ക്ലാസ് 1-ൽ എത്ര ബോയ്സാണ് കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ, ഇവിടെ 15 ബോയ്സേ ഉള്ളൂ ക്ലാസ് 1-ൽ, അതേസമയം ക്ലാസ് 4-ൽ 20 ബോയ്സ് ഉണ്ട്. അപ്പോൾ ഏതാ കൂടുതൽ, ക്ലാസ് 4-ലാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് 1-ൽ എത്ര കുട്ടികളാണ് കുറവ്, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളതിൻ്റെ വ്യത്യാസം ഡിഫറൻസ് കണ്ടുപിടിക്കും. എങ്ങനെയാണ്, ഏറ്റവും കൂടുതലുള്ളത് 20 ആണ്. ഈ 20-ൽ നിന്ന് നമ്മൾ 15 അങ്ങ് സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ എത്രയാണ് കുറവ് എന്നുള്ളത്. അപ്പോൾ എത്ര ആൻസർ വരുന്നത്, 5 എന്നാണ് ആൻസർ വരുന്നത്. 5 കുട്ടികളാണ് കുറവ് അല്ലേ. നമ്പർ ഓഫ് ബോയ്സ് ക്ലാസ് 1-ൽ 15 ഉള്ളൂ, അതേസമയം ക്ലാസ് 4-ൽ 20 ഉണ്ട്. അപ്പോൾ 15-ഉം 20-യും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, 5 നമ്പേഴ്സിൻ്റെ വ്യത്യാസം, ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ 5 ആണ് ആൻസർ. വിച്ച് ക്ലാസ്സസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ബോയ്സ്, സെയിം നമ്പർ ഓഫ് ബോയ്സ് വരുന്ന ക്ലാസ് ഏതൊക്കെയാണ് നോക്കിക്കേ. ഒരേ നമ്പർ വരുന്നത് ഇവിടെ 20, ഇവിടെയും 20. അപ്പോൾ ഏതൊക്കെയാണ്, ക്ലാസ് 2-ഉം അതുപോലെ 4-ലുമാണ് സെയിം നമ്പർ ഓഫ് ബോയ്സ് വരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻ മിലൻ സ്കൂൾ ഹൗ മെനി ബോയ്സ് ആർ ദെയർ. അപ്പം വീണ്ടും എന്ത് ചെയ്യുക, ഈ ബോയ്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. 15 + 20 + 19 + 20 എത്ര ബോയ്സ് ഉണ്ട്. അതുപോലെ ഹൗ മെനി ഗേൾസ് ആർ ദെയർ, ഗേൾസിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, എത്ര ഗേൾസ് ഉണ്ട്. ഓക്കെ, ഗേൾസിൻ്റെ നമ്പറും ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ വീണ്ടും താഴെ ഒരു ബോക്സും കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ടോട്ടൽ, ഇവിടുത്തെ ടോട്ടൽ
ബോയ്സിൻ്റെ ടോട്ടൽ, ഗേൾസിൻ്റെ ടോട്ടൽ ആഡ് ചെയ്ത് നോക്കുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടുന്ന ടോട്ടലും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മുഴുവൻ കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ 15 + 20 + 19 + 20 എത്ര വരും? 74 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് നമ്പർ ഓഫ് ഗേൾസ് 19 + 20 + 22 + 17 എത്ര വരും? 78 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന് രണ്ടിൻ്റെയും ടോട്ടൽ, മുഴുവൻ കുട്ടികളുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുന്നത് 74 + 78. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ആൻസർ 152 ആണേ. അപ്പോൾ 152 ചിൽഡ്രൻ ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് മുഴുവനും ഉള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച്, ഇത് ഒത്തിരി പ്രയാസമുള്ള ചാപ്റ്ററല്ല, എളുപ്പമാണ്. പിക്ചറിലൂടെ നമ്മൾ നല്ല രസകരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. വർക്ക്ഷീറ്റ്സും ഈ അസസ്മെൻറ്റ് ഷീറ്റും ഒന്നുകൂടി ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.